അയാൾക്ക് വലിയ പരിക്കൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണം. ആ, അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തേക്ക്. ഓക്കെ ഓക്കെ സുബ്രു, ശരി. ആ കല്യാണി, നിന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഇന്ന് ചെമ്പരത്തിയോട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു കാണും. കല്യാണിക്ക് പറയാൻ സങ്കടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. കൊള്ളാം, ഒരു ചെമ്പരത്തി ഒരു നൊമ്പരത്തി. എന്റെ പെണ്ണിന്റെ സങ്കടങ്ങളൊക്കെ തീരാൻ പോവാ. വല്യുഞ്ഞിനതൊക്കെ പറയാം. എന്റെ മനസ്സാകെ തീ പിടിച്ച് നിൽക്ക. കല്യാണം എടുക്കുന്ന ഓരോ നിമിഷവും ഇനി എന്തുണ്ടാവും എന്നുള്ള ആദ്യ. ഇനിയും മണ്ഡപം വരെ എത്തി കല്യാണം മുടങ്ങിപ്പോയാൽ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്നാ പറയണേ. അതെപ്പോഴും പറയുന്നല്ലേ കല്യാണി, നീ അത് കാര്യമൊന്നും ആക്കണ്ട. എന്താ വല്യുഞ്ഞി ഇങ്ങനെയൊക്കെ പറയണേ? കല്യാണി, ഈ കല്യാണം മണ്ഡപം വരെ എത്താൻ പോകുന്നില്ല. അതിനു മുമ്പ് ഗംഗ ആരാണെന്ന് കണ്ടെത്തി അമ്മയെ ബോധ്യപ്പെടുത്തി ഈ കല്യാണം തടയും ഞാൻ. എന്നിട്ട് ഞാൻ അമ്മയോട് നമ്മുടെ കാര്യം പറയും. ഗത്യന്തരമില്ലാതെ അമ്മയ്ക്ക് നമ്മുടെ ബന്ധം അംഗീകരിച്ചു തരേണ്ടി വരും. ആ, ഒന്ന് ചിരിക്കണ്ട കല്യാണി. നിന്റെ ആ ചെമ്പരത്തിപ്പൂവിന്റെ ചേലുള്ള ചിരി ഞാനൊന്ന് കാണട്ടെ. ഒന്ന് പോവല്ലേ? അങ്ങനെ അങ്ങ് പോയാലോ? ചേച്ചി, ഞങ്ങൾ ഇന്ന് കല്യാണ ഡ്രസ് എടുക്കാൻ പോണോന്ന് കരുതി ഇറങ്ങിയതാ. ചേച്ചി വരുന്നുണ്ടോ? ഞാനില്ല, നിങ്ങൾ പോയിട്ടോ. ശരി, ആനന്ദിന്റെ ഡ്രസ്സും എടുക്കണമായിരുന്നല്ലോ. ആനന്ദ്, അമ്മേ, കല്യാണത്തിന് ഇനി അധികം ദിവസങ്ങളില്ല. വിലാസിനെയും ഗംഗയും കൂടി കല്യാണ ഡ്രസ്സുകൾ എടുക്കാൻ പോവാ. നീയും അവരുടെ കൂടെ പോയി നിന്റെ കല്യാണ ഡ്രസ്സ് സെലക്ട് ചെയ്തു. എന്താ നീ ആലോചിക്കുന്നത്? സോറി അമ്മേ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടാണോ? കാര്യം എന്താ? ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്ത ചില പ്രോഗ്രാംസ് ഉണ്ട്, അത് മാറ്റാൻ ബുദ്ധിമുട്ടാ. നീ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് കല്യാണിക്ക് കൊടുത്ത വാക്ക് മാറ്റാൻ പറ്റില്ല എന്നാണോ? ശരി, നീ നേരത്തെ തീരുമാനിച്ച കാര്യം മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്റെ പിറന്നാൾ ദിവസം നിന്റെ അമ്മ എന്താഗ്രഹിക്കുന്നുവോ അത് നീ നിറവേറ്റിത്തരണം. അച്ഛന്റെ എല്ലാ പിറന്നാളിനും അമ്മ ചെയ്യാറുള്ള കാര്യമില്ലേ? അച്ഛന്റെ ആഗ്രഹം അമ്മ സാധിച്ചു കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ. എന്താ, അമ്മയുടെ ആഗ്രഹം നീ നടത്തിത്തരില്ല? അമ്മ ആഗ്രഹിക്കുന്നത് ന്യായമായ കാര്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ആവശ്യം ന്യായമാണെങ്കിൽ അത് ഞാൻ നടത്തിത്തരും. ആനന്ദേ, നീ എന്താ ഈ പറയുന്നേ? ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ എന്താ പറഞ്ഞെന്ന് അമ്മയ്ക്ക് മനസ്സിലായി, അത് മതി.
നീ വാഗങ്ങേ, ഷോപ്പിംഗ് ഒക്കെ പിന്നെയാക്കാം. ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ. കാരണം അവന്റെ കണ്ണുകളിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പോട്ടെ, ഏതായാലും അവൻ ആ വീഡിയോ ആനന്ദിന് അയച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെ മഹാഭാഗ്യം. അതല്ല അങ്കിൾ, ആ PA സഞ്ജുവിനെ നമ്മുടെ ആൾക്കാർ പിടിച്ചുകൊണ്ടുപോയി സെക്കൻഡുകൾക്കകം രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ, ആ ആനന്ദ്, നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടെന്നല്ലേ അർത്ഥം? അതെ പ്രിയങ്കേ, ഒരു നിഴൽ ദൂരത്തിൽ അവൻ നിന്റെ അരികിലുണ്ട്. സൂക്ഷിക്കണം. ഇതുപോലെ നിന്റെ രഹസ്യങ്ങൾ അന്വേഷിച്ച് തെളിവെടുപ്പ് നടത്തിയ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടായിരുന്നല്ലോ. എന്താ അയാളുടെ പേര്? മേനു, ഗിരീഷ് മേനു. ആ, അയാളുടെ അവസ്ഥ ഇപ്പൊ എന്താ? ഇനിയിപ്പോ അയാളങ്ങനെ തെളിവുമായിട്ട് വരുമോ? അയാളിപ്പോ തെളിവ് പോയിട്ട് സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില. അങ്ങനെ തന്നെ വേണം. നാഗമടത്തുകാർക്കെതിരെ തെളിവ് തേടിയിറങ്ങിയവന്റെ ഗതി നാട്ടാരറിയണം. എന്നാലേ നാഗമടമെന്ന് കേൾക്കുമ്പോൾ ഭയക്കൂ. ഭയക്കണം. ആ, ഗംഗയോട് കരുതിയിരിക്കാൻ പറയണം. നീ ആ നമ്പൂതിരി ജോത്സ്യനെ വരാൻ പറഞ്ഞോ? എന്താ പ്രിയങ്കേ, ഭയമുണ്ടോ നിനക്ക്? കളി രണ്ടാം പകുതിയിൽ കൈവിട്ടു പോകുമെന്നൊരു ഭയം ശരിയല്ലേ? ക്ഷത്രിയ രക്തത്തിൽ പരാജയഭയം പാടില്ലല്ലോ അങ്കിൾ. പിന്നെ കളി ആരംഭിക്കും മുന്നേ വെറുതെ ഒരു ടോസ്, അത്രേ ഉള്ളൂ. ശരി, ഞാൻ ഇറങ്ങുന്നു അങ്കിൾ. ആയിക്കോട്ടെ. ആ, പിന്നെ എതിരാളികൾ എത്ര പ്രബലരാണെങ്കിലും ബുദ്ധി കൊണ്ട് മാത്രമേ അവരെ പരാജയപ്പെടുത്താൻ കഴിയൂ. അത് മറക്കാതിരിക്കുക. അവരവിടെ ആലോചിക്കുമ്പോൾ നമ്മളിവിടെ പ്രവർത്തിച്ചിരിക്കണം. ശരി അങ്കിൾ. അമ്മയുടെ ആഗ്രഹം നീ നടത്തിത്തരില്ല? അമ്മ ആഗ്രഹിക്കുന്നത് ന്യായമായ കാര്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ആവശ്യം ന്യായമാണെങ്കിൽ അത് ഞാൻ നടത്തിത്തരും. എന്താ അങ്ങനെ ആലോചിക്കുന്നത്? ആനന്ദ് പറഞ്ഞത് ഓർത്താണെങ്കിൽ അവൻ നിന്നെ ധിഖരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്തു മനസ്സിലായിട്ടാ കൃഷ്ണേട്ട സംസാരിക്കുന്നത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് അവൻ പറഞ്ഞ മറുപടി എന്താ? അമ്മ ചോദിക്കുന്ന കാര്യത്തിൽ ന്യായമുണ്ടാകുമെന്നും ന്യായമുള്ള കാര്യം പറഞ്ഞാൽ ഞാനത് അനുസരിക്കുമെന്നും അവൻ പറഞ്ഞത് ഞാൻ കേട്ടു നിൽക്കുകയായിരുന്നല്ലോ. ആനന്ദ് പറഞ്ഞതിന്റെ ദ്വയാർത്ഥം എന്താ കൃഷ്ണേട്ടന് മനസ്സിലായില്ലേ? അതോ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് അഭിനയിക്കുകയാണോ? എന്താകലെ എങ്ങനെയൊക്കെ പറയുന്നത്? ഞാനെന്തിനും നിന്റെ മുന്നിൽ അഭിനയിക്കണം? അപ്പോ അതിനു പിന്നിലുള്ള ദ്വയാർത്ഥം കൃഷ്ണേട്ടന് മനസ്സിലായില്ലെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നത് നീ നടത്തിത്തരുവോന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോ അത് നടത്തിത്തരുമെന്നല്ല അവൻ പറഞ്ഞത്. അതിനെ ചുറ്റി വിളച്ചൊരു മറുപടി. ന്യായമായതാണെങ്കിൽ അവൻ നടത്തിത്തരുമെന്ന്. അപ്പോൾ ആനന്ദിനെ നീ സംശയിക്കുന്നു എന്നർത്ഥം.
ആനന്ദിന് മാത്രമല്ല, അവന്റെ പല കാര്യങ്ങൾക്കും പിന്തുണ കൊടുത്ത് കൂടെ നടക്കുന്ന കൃഷ്ണേട്ടനെ വരെ എനിക്ക് സംശയം. എന്ത് പറ്റിയാകില്ല നിനക്ക്? എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ കല്യാണം ഭംഗിയായി നടക്കണം. ആനന്ദ് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുന്നതുവരെ ഞാൻ ആരെയും വിശ്വസിക്കില്ല. ആനന്ദിന്റെ മനസ്സിലെന്തോ ലക്ഷ്യമുണ്ട്. അതാണ് അവൻ എനിക്ക് ശരിയായ ഒരു ഉത്തരം നൽകാതെ ചുറ്റിവളച്ചൊരു മറുപടി പറഞ്ഞത്. ഞാനവന്റെ അമ്മയല്ലേ? എന്താ എനിക്കതൊന്നും മനസ്സിലാവില്ലേ? അഖില, സംശയമുള്ള കണ്ണുകൾ കൊണ്ട് എന്തിനെ നോക്കിയാലും സംശയമേ ഉണ്ടാവൂ. ഇപ്പൊ നിന്റെ പ്രശ്നം അതാ. ഞാൻ തൃച്ചംബരത്തിന്റെ പാരമ്പര്യവും അഭിമാനവുമാണ് സംരക്ഷിക്കുന്നത്. അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാ ഈ കല്യാണവും. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ കൃഷ്ണേട്ടൻ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. അഖില, ആനന്ദ് നിന്റെ മൂത്ത മകനാണ്. അവന്റെ അമ്മയെ ജീവനാണ്. എന്നിട്ടും നീ അവനെ സംശയിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അഖില, നീ ആദ്യം അവനെ വിശ്വസിക്കുക. പ്രിയപ്പെട്ട മകനെ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് എന്ത് കാര്യം? കാഴ്ചയുണ്ടായിട്ടും അന്ധരായി പോകുന്നവരെ കണ്ണട ധരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. കണ്ണിന്റെ തിമിരമല്ല, മറിച്ച് മനസ്സിന്റെ മുൻവിധികളാണ് പല കാഴ്ചകളെ നിഷേധിച്ച് സംശയദൃഷ്ടിയോടെ നരകതുല്യമാക്കുന്നത്. കാഴ്ചകൾ എപ്പോഴും സത്യമാണ്, പക്ഷേ കാഴ്ചപ്പാടുകൾ സത്യമായിരിക്കണമെന്നില്ല. ഇത് കൊള്ളാലോ. തൃച്ചംബരത്ത് ജോത്സ്യരും ഗുരുജിയും ഒക്കെ കേറി ഇറങ്ങുന്നു. ഇവിടെ ഇവളും തുടങ്ങി കബഡി നിരത്തും ജോത്സ്യവും ഒക്കെ. പ്രിയങ്കേ, ആന്റി വരും. വാ ആന്റി. നീയും തുടങ്ങിയോ പ്രിയങ്കെ പ്രശ്നങ്ങൾക്കൊക്കെ? തൃച്ചംബരത്തെ ദോഷങ്ങൾ തീർക്കാൻ അഖിലാണ്ടേശ്വരി ദൈവങ്ങളെയും ജ്യോത്സ്യന്മാരെയൊക്കെ കൂട്ടുപിടിച്ചിരിക്കുവല്ലേ. പിന്നെ ഞാൻ എന്തിനു കുറയ്ക്കണം? ആരെ കൂട്ടുപിടിച്ചാലും ഈ കളി പ്രിയങ്കയ്ക്ക് ജയിക്കണം. വരും വരായികകളെ കണ്ടറിഞ്ഞ് കരുക്കൾ നീക്കണം. അതിനാ നമ്പൂതിരി ജ്യോത്സ്യരെ തന്നെ വിളിച്ചത്. നമ്പൂതിരി ജ്യോത്സ്യരെ അറിയില്ല ആന്റിക്ക്. പ്രവചിച്ചാൽ അതാണു വിട മാറില്ല. ശത്രുപക്ഷത്ത് നിന്നാണല്ലേ? അയ്യോ, പക്ഷെ അവിടെയാണെങ്കിലും ഇഷ്ടം എവിടെയാ തിരുമേനി? പേരെന്താണ്? വിലാസിനി. പേരുപോലെ തന്നെ രാജവിലാസപദം മോഹിക്കുന്നു. രാശിചക്രം അനുസരിച്ച്
നടക്കേണ്ടതെല്ലാം നടന്നേ പറ്റൂ. എങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ചും ഹരിച്ചുമൊക്കെ നോക്കിയാലും അനിവാര്യമായതൊക്കെ സംഭവിക്കുമെന്ന് തന്നെ ഫലം. തിരുമേനി, കല്യാണത്തിന് യാതൊരു തടസ്സവും കാണുന്നില്ലല്ലോ അല്ലെ? നിശ്ചയമായും കല്യാണം യാതൊരു തടസ്സവും കൂടാതെ ഭംഗിയായിട്ട് തന്നെ നടക്കും. പക്ഷേ എന്താ തിരുമേനി, എന്താ ഒരു പക്ഷേ? നിശ്ചയമായും ഒരു മരണവും കൂടെ നടക്കും. ഒരാത്മാവ് ശരീരം വിട്ടകന്നാലേ എല്ലാം മംഗളമാകൂ. ആ ജോത്സ്യർ ഇപ്പൊ തന്ന കവറിങ് എടുക്ക്. നീ അത് വായിച്ചേ. സർവവിഘ്നം ചിതയാളൻ. ആന്റി കേട്ടോ? ആ മരണത്തെ ഏത് പ്രപഞ്ചശക്തി വിചാരിച്ചാലും തടഞ്ഞു നിർത്താനാവില്ല. എന്താ ആന്റി, മനസ്സൊന്ന് തണുത്തില്ലേ? അതായത് ആനന്ദിന്റെ പിറന്നാൾ ദിവസം തൃച്ചംബരത്തൊരു ശവം വീഴും. ഈ പിറന്നാൾ ആനന്ദിന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും. അതെ അതെ, ആനന്ദിന് ഇനി ജീവിതത്തിൽ പിറന്നാൾ ആഘോഷം ഉണ്ടാവില്ല. തീരുമാനിച്ച ദിവസം തീരുമാനിച്ച മുഹൂർത്തത്തിൽ വീണ്ടും ആനന്ദിന്റെ കല്യാണം മുടങ്ങിയ അഖില പിന്നെ ജീവിച്ചിരിക്കില്ല. അതെനിക്ക് ഉറപ്പാ. അഖില മരിച്ച ഇതിനൊക്കെ കാരണക്കാരി താനാണെന്ന് കരുതി അടുക്കളക്കാരിയും ആത്മഹത്യ ചെയ്യും. ആ നിരാശയിൽ ആനന്ദ് മരിച്ച പിന്നെ ശിവരാമേട്ടൻ. അങ്ങനെ മരണത്തിന്റെ ഒരു പരമ്പര തന്നെയായിരിക്കും തൃച്ചംബരത്ത്. ആ തിരുമേനി, കല്യാണത്തിന് തടസ്സങ്ങളൊന്നുമില്ലല്ലോ? കുലദൈവത്തെ തൃപ്തിപ്പെടുത്തണം. നിങ്ങളുടെ കുലദൈവം ആരാണ്? ആ നാഗരാജവും നാഗയക്ഷിയും. ആ കുലദൈവങ്ങളുടെ കോപമുണ്ട്. വഴിപാടുകൾ എന്താണ് നടത്താത്തത്? 100 പാലും നിവേദ്യങ്ങളും സമർപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിലും മണ്ണാറശാലയിലും ദർശനം നടത്തി സമസ്ത അപരാധങ്ങളും പൊറുക്കുവാൻ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കുലദൈവങ്ങളെ മറന്ന് പ്രവർത്തിക്കരുത്. യഥാവിധി എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോ നാഗദൈവങ്ങൾ കടാക്ഷിക്കും. അങ്ങനെ ചെയ്യാം. ഇവിടെ വേറെന്തെങ്കിലും പൂജകൾ ചെയ്യണമെങ്കിൽ അതും ആവാം. കുലദൈവങ്ങൾക്ക് വിശേഷാൽ പൂജകൾ വേഗം നടത്തണം. ശരി തിരുമേനി. തിരുമേനി തന്നെ വന്നത് നടത്തിത്തരണം. അങ്ങനെ ആകട്ടെ, ഞാൻ വരാം. താലി ചേരാൻ പോകുന്ന കൂടപ്പിറപ്പ് കൂടുണ്ടാവണം പൂജയ്ക്ക്. എന്നാലേ നാഗദൈവങ്ങൾക്ക് തൃപ്തി വരൂ. തീർച്ചയായും ഞാൻ ഗംഗയെ വിളിച്ചു വരുത്താൻ തിരുമേനി. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ സർപ്പക്കാവിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ജ്യേഷ്ഠത്തിയും അനുജത്തിയും മാത്രം മതി, മറ്റാരും വേണ്ട. ശരി തിരുമേനി. അപ്പൊ ഞാനിറങ്ങട്ടെ. പ്രിയങ്കേ, ഒന്നിങ്ങോട്ട് വന്നേ. ആന്റി, ഞാൻ കോഫി എടുക്കട്ടെ? അയ്യോ വേണ്ട. ദേ, ജോത്സ്യർ പറഞ്ഞത് കേട്ട് മനസ്സ് നിറഞ്ഞു നിൽക്കാൻ ഞാൻ ഇനി എനിക്ക് ഒന്നും വേണ്ട. പ്രിയങ്കേ, നീയും ഗംഗയും കൂടി ഈ തിരുമേനി പറഞ്ഞ പൂജകളൊക്കെ കൃത്യമായി ചെയ്യണം. ഞാൻ ഗംഗയോട് പറയാം. ശരി ആന്റി. എന്നാ ശരി.
പ്രിയങ്ക എന്തിനാണാവോ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ ഹലോ ഗംഗെ, നീ എവിടെയായിരുന്നു? ഞാൻ എന്റെ മുറിയിലെ നെയിൽ പോളിഷ് ഇടായിരുന്നു. പറയും പ്രിയങ്കെ. ഞാനൊരു നല്ല കാര്യം പറയാനാ ഇപ്പൊ നിന്നെ വിളിച്ചത്. നല്ല കാര്യോ? നമുക്ക് നല്ല കാര്യമാണെങ്കിൽ അത് അഖിലാണ്ടേശ്വരിക്ക് ചീത്ത കാര്യമായിരിക്കുമല്ലോ. പറയേ. ആ, ചീത്ത കാര്യമല്ല, അതൊരു ദുഃഖവാർത്തയാണ്. ദുഃഖവാർത്തയോ? എന്താ പ്രിയങ്കെ, ആരായിര? തൃച്ചംബരത്തെ ആരെങ്കിലും ആയിരിക്കുമല്ലോ. ഇപ്പൊ അതൊന്നും അല്ല എന്റെ വിഷയം. ആനന്ദ് നിന്റെ കഴുത്തിൽ താലി ചാർത്തണം, അതാണ്. അത് മാത്രമാണ് ഇപ്പൊ എന്റെ ലക്ഷ്യം. ആ ദിവസം ഒരു മരണം നടക്കുമെന്ന് തിരുമേനി കവടി നിരത്തി പറഞ്ഞു. മരണം നടക്കുമെന്ന് തിരുമേനി കവടി നിരത്തി പറഞ്ഞെന്നോ? നിന്റെ കല്യാണം പ്രമാണിച്ച് എല്ലാം ഒന്ന് നോക്കാന്ന് വിചാരിച്ച് ഞാൻ തിരുമേനി വീട്ടിൽ വരുത്തി പ്രശ്നം വെപ്പിച്ചു. അന്നൊരു മരണം ഉറപ്പായിട്ടും നടക്കുമെന്നും തിരുമേനി പ്രവചിച്ചു. ആ മരണം ആരുടേതാ പ്രിയങ്കെ? കല്യാണിയുടേതോ അതോ അഖിലാണ്ടേശ്വരിയുടേതോ? അവരിൽ ആരുടേതാണെങ്കിലും നമുക്ക് സന്തോഷമല്ലേ. അതുകൂടാതെ എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി നമ്മുടെ കുലദൈവങ്ങൾക്ക് ഒരു നാഗപൂജ നടത്താനുണ്ട്. അത് നല്ല കാര്യം പ്രിയങ്കെ, നടത്തും. ആ പൂജയ്ക്ക് നീ നിർബന്ധമായും പങ്കെടുക്കണം. ഞാൻ പങ്കെടുക്കണമെന്നോ? അത് ഒരു കാരണവശാലും നടക്കില്ല പ്രിയങ്കെ. നിനക്ക് വേണ്ടി നടത്തുന്ന പൂജയിൽ നീ പങ്കെടുക്കാതെ പറ്റോ? കല്യാണ പെണ്ണ് പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം. അത് വല്ലാത്ത റിസ്കാ. തൃച്ചംബരത്ത് ഇങ്ങനെ താമസിക്കുന്നതിനപ്പുറം വേറെ എന്ത് റിസ്കാ? എന്നാൽ അത് വളരെ പ്രയാസ പ്രിയങ്കെ. അഖിലയോടെ എന്ത് നുണ പറഞ്ഞിറങ്ങും? ഒരു കാര്യം ചെയ്യ, നിനക്ക് ബിസിനസ് ആവശ്യത്തിന് കമ്പനി വരെ പോയേ പറ്റൂന്ന് പറയും. അഖില ഒരു ബിസിനസ്സുകാരിയാ, തീർച്ചയായിട്ടും സമ്മതിക്കും. ശരി, ശ്രമിക്കാം. ശരി. മരണം സംഭവിക്കും. ആരായിരിക്കും? അഖില, ശിവരാമൻ, ആനന്ദ്, കല്യാണി, നന്ദന, അരവിന്ദ്. ഇവരിലൊരാൾ. ഗംഗേ, പ്രിയങ്ക ഏർപ്പാട് ചെയ്തിരിക്കുന്ന നാഗരി പൂജ ഇന്നല്ലേ? എന്താ നീ പോകുന്നില്ലേ? പോകണ ആന്റി. പ്രിയങ്ക അവിടുന്ന് വിളിയോട് വിളിയ. പക്ഷെ ഞാൻ ഈ അഖിലാന്റിയോട് എന്ത് പറഞ്ഞു പോകും? അതാ ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലേ. പക്ഷെ ഗംഗേ, ഈ പൂജയ്ക്ക് നീ തീർച്ചയായും പോയേ പറ്റൂ. ഇത് നിന്റെ കല്യാണത്തിന് തടസ്സം വരാതിരിക്കാൻ പ്രിയങ്ക നടത്തുന്ന പൂജയാ. അപ്പോ നിന്റെ പ്രസൻസ് അവിടെ വേണമെന്നാ പൂജാരി പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യാ ആന്റി? ആന്റി, ഐഡിയ. എന്താ ഐഡിയ ആന്റി? അഖിലയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഡ്രാമ കളിക്കും. നീ ഞാൻ പറയുന്ന പോലെ അങ്ങ് അനുസരിച്ചോണം. എന്താ വേണ്ടത് ആന്റി? പറയാം, വാ. എങ്ങനെയുണ്ട്? കൊള്ളാം ആന്റി. അഖില വരുമ്പോ എന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ആന്റി നോക്കിക്കും. വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തോ. ആന്റി, ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും ഒന്ന് കേൾക്ക ആന്റി, പ്ലീസ്. ഗംഗേ, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. നീ എന്തൊക്കെ പറഞ്ഞാലും തൃച്ചംബരത്ത് ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. അത് ലംഘിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. വളരെ അത്യാവശ്യ കാര്യം ആന്റി. ഞാനിവിടെ സ്റ്റേ ഒന്നും ചെയ്യില്ല. ആവശ്യം കഴിഞ്ഞ അപ്പൊ തന്നെ ഞാൻ മടങ്ങും. എത്ര പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അതൊന്നും കേൾക്കാൻ ഞാൻ തയ്യാറല്ല. നീ പോവണ്ട. ചേച്ചി അറിഞ്ഞ എന്തുമാത്രം പ്രശ്നം ഉണ്ടാവുന്ന നീ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, പറയുന്നത് കേൾക്ക്. അങ്ങനെയൊന്നും പോവാൻ പറ്റത്തില്ല. വിലാസിനി, എന്താ ഇവിടെ ഒരു ബഹളം?
നീ എന്തിനാ ഗംഗയോട് ദേഷ്യപ്പെട്ടത്? ചേച്ചി കാര്യം എന്താണെന്നറിഞ്ഞാ ചേച്ചി എന്നേക്കാൾ ഏറെ ഒച്ചയുണ്ടാക്കും. വിശദീകരണം വേണ്ട, കാര്യം പറ. ചേച്ചി മറ്റന്നാൾ ആനന്ദ് ഇവളുമായിട്ടുള്ള കല്യാണം നടക്കാനുള്ളതല്ലേ? തൃച്ചംബരത്ത് കല്യാണം ഉറപ്പിച്ച പെൺകുട്ടികള് അങ്ങനെ പുറത്തിറങ്ങി നടക്കാറില്ലല്ലോ. ഗംഗയ്ക്ക് എവിടെയൊക്കെ പോണോത്രേ. ഞാൻ പറഞ്ഞു ചേച്ചി അതൊന്നും ഇവിടെ നടക്കില്ലെന്ന്. ഗംഗയ്ക്ക് ഇതിലെന്താ പ്രശ്നം? അതാന്റി, പാലക്കാടുള്ള എന്റെ കമ്പനിയിൽ തൊഴിലാളികൾക്കിടയിൽ എന്തോ പ്രശ്നം നടക്കുന്നു. ഞാൻ അവിടെ വരെ പോയി അടിയന്തരമായിട്ടത് പരിഹരിച്ചേ പറ്റൂ. ഇന്നത്തെ കാലത്ത് ഫോണിൽ സംസാരിച്ച് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ ചേച്ചി? അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് നടത്തിയ പോരെ? ദേ എന്ത് പറഞ്ഞിട്ട് അവളുടെ തലയിൽ കേറുന്നില്ല. അവക്ക് പോയേ പറ്റൂന്ന്. ബിസിനസ് കാര്യ അഖിലേച്ചിക്ക് അതിന്റെ സീരിയസ്നെസ് ഒക്കെ പറഞ്ഞാൽ മനസ്സിലാവൂത്രേ. ഇതിപ്പോ കല്യാണത്തേക്കാൾ വലുതാണോ ചേച്ചി ബിസിനസ് ഒക്കെ? ആന്റി പ്ലീസ്, ഞാനിന്ന് പോയിട്ട് പ്രശ്നം പരിഹരിച്ച് അപ്പൊ തന്നെ മടങ്ങിയേക്കാം. കുറച്ചു മണിക്കൂറുകൾ മതി. വിലാസിനി പറഞ്ഞതൊക്കെ ശരിയാ. തൃച്ചംബരത്ത് ആചാരങ്ങളാണ് മുഖ്യം. പിന്നെ ഒരു ബിസിനസ് പേഴ്സണായ എന്റെ കാഴ്ചപ്പാടിൽ കമ്പനിയിൽ പ്രശ്നങ്ങളുണ്ടായി തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ അകന്ന് ഒരു സമരത്തിലേക്ക് പോയാൽ മാനേജ്മെന്റിനും തൊഴിലാളികൾക്കും ഒരുപോലെ നഷ്ടം വരും എന്ന് തന്നെയാകും ചിന്തിക്കുക. ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത നിന്റെ ബിസിനസ് മൈൻഡിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പോയി പ്രശ്നം പരിഹരിച്ച് വേഗം തിരിച്ചു വരും. ചേച്ചി ഇത് മിണ്ടാതിരിക്കെ. ഗംഗ പോയിട്ട് വരട്ടെ. ഹലോ, ആ പറയൂ. ഓക്കെ, എങ്ങനെയുണ്ട്? സക്സസ് ആയില്ലേ? നീ വേഗം പോയിട്ട് വാ. ആന്റി താങ്ക് യു സോ മച്ച്. വേഗം പോയിട്ട് വാ. പോ. അഖിലേ, ഇതാണ് ഈ വിലാസിനിയുടെ വിദ്യ. ഗംഗ പൂജയിൽ പങ്കെടുക്കേണ്ടത് എന്റെയും കൂടി ആവശ്യ. എന്റെ നാഗരദൈവങ്ങളെ അനുഗ്രഹിച്ചേക്കണമേ. തിരുമേനി, പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എല്ലാം പൂർത്തിയായി. ഈ പൂജയിൽ ഒരു കുറവും വരുത്തരുത് തിരുമേനി. സർപ്പദൈവങ്ങൾ പ്രസാദിക്കണം. മാഡത്തിന്റെ പ്രാർത്ഥനകൾ പോലെ എല്ലാം നന്നായി നടക്കും. അനുജത്തി ഇതുവരെ വന്നില്ലല്ലോ. അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ വരും. ദൈവമേ, ശ്വാസമില്ല. മരിച്ചുപോയി കാണൂ. എന്റെയും ആരും കണ്ടിട്ടില്ല. ഭാഗ്യം. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വേഗം പോവാം.
എനിക്ക് ഒരു സീരിയസ്നെസ്സും ഇല്ല. എത്ര പ്രധാനപ്പെട്ട പൂജ ഇത്. കൃത്യസമയത്ത് തന്നെ വരണമെന്ന് അവക്കറിയില്ലേ? ഞാനൊന്ന് ഫോൺ ചെയ്താലോ? വേണ്ട, കാർ ഓടിക്കല്ലേ. പോലീസ് പോലീസ് എന്നെ തിരക്കി വരികയാണോ? ദൈവമേ, പോലീസ് ജീപ്പ് പുറകെ എത്തിയല്ലോ. നിർത്താതെ പോകാനല്ലോ സാർ. അവനെ ക്ലോസ് ചെയ്ത് പിടി. ഓവർടേക്ക് സാർ. വണ്ടി ഇടിച്ചത് ആരും കണ്ടിട്ടില്ലല്ലോ. ഞാൻ വേഗത കൂട്ടി വെറുതെ അവർക്ക് സംശയം ഉണ്ടാക്കണ്ട. സാധാരണ നിലയിൽ ഡ്രൈവ് ചെയ്യാം. വേഗം വേഗം.